നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 71. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രഥമസ്കന്ധം ഭാഗവതം പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. ഋഷയോ മനവോ ദേവാ മനുപുത്രാ മഹോജസാ കലാ സർവേ ഹരേർഏവ സ പ്രജാപതയസ്തദാ. ഋഷയോ മനവോ ദേവാ മനുപുത്രാ മഹോജസാ കലാ സർവേ ഹരേർഏവ സ പ്രജാപതയസ്തദാ. ഇവിടെ സപ്രജാപതയ എന്ന് പറഞ്ഞാൽ പ്രജാപതികളോട് കൂടിയ പ്രജാപതികൾ, അതായത് നമ്മുടെയൊക്കെ പൂർവികർ. ഈ പ്രജാപതികളിൽ നിന്നാണ് മനുഷ്യന്മാരും ദേവന്മാരും ഒക്കെ പുറപ്പെട്ടുള്ളത്. അപ്പോൾ ഋഷികളും മനുക്കളും ദേവന്മാരും മഹാപരാക്രമശാലികളായ മനുപുത്രന്മാരും എല്ലാം ഹരിയുടെ അംശങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഹരിയുടെ അംശങ്ങളാണ്. അരിയല്ല കേട്ടോ. അരി എന്ന് പറഞ്ഞാൽ ധാന്യം എന്നുള്ള അർത്ഥമുണ്ട്, ശത്രു എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയല്ല, ഹരി സാക്ഷാൽ ശ്രീ ഹരി, പരിപാലനകർത്താവായ ഭഗവാൻ എന്നർത്ഥം പറയണം. സർവേശ്വരൻ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ മരീചി മുതലായ പ്രജാപതികൾ, നാരദർ മുതലായ ഋഷികൾ, ദേവർഷികൾ, വൈവസ്വതൻ മുതലായ മനുക്കൾ, മഹാപരാക്രമശാലികളായ മനുപുത്രന്മാർ ഇവരെല്ലാം ശ്രീഹരിയുടെ അംശാവതാരങ്ങൾ ആകുന്നു. അവരിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള നമ്മളുമൊക്കെ ഹരിയംശങ്ങൾ തന്നെയാണ്. ഇനി 28. ഇവിടെ ഇപ്പോൾ ഈ ഭാവാർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. മറ്റുള്ളത് നമ്മളിങ്ങനെ ഒഴുക്കൻ മട്ടിൽ പോവാം. അതുകൊണ്ട് എന്താ പറയുക, മൂല്യച്യുതി ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ഏതേ ച അംശകലാ പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഏതേ ച അംശകലാ പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. വളരെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവയെല്ലാം പുരുഷൻ്റെ, അതായത് ആദിനാരായണൻ്റെ അംശാംശങ്ങളാകുന്നു. കൃഷ്ണനാകട്ടെ സ്വയം ഭഗവാൻ തന്നെ യുഗം തോറും ഇന്ദ്രശത്രുക്കളാൽ വ്യാകുലമായ ലോകത്തെ രക്ഷിക്കുന്നു. എന്താ ഈ അവതാരത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ, ഇന്ദ്രശത്രുക്കൾ, ഇന്ദ്രനാരാ? ദേവന്മാരുടെ നാഥൻ. ഈ ദേവന്മാരാരാന്ന് ചോദിച്ചാൽ ഭഗവാൻ ചിലവർക്ക് ചില അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരാണ് ദേവന്മാർ. അപ്പോൾ ദേവാദിദേവൻ ഇന്ദ്രനാണെങ്കിലും ഇന്ദ്രൻ്റെ നാഥനാണ് ആരെ? ഭഗവാൻ ശ്രീഹരി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഇപ്പോൾ പറഞ്ഞ അവതാരങ്ങൾ ഈശ്വരൻ്റെ അംശങ്ങളും അംശാംശങ്ങളുമാകുന്നു. 22 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണനാകട്ടെ സാക്ഷാൽ ഭഗവാൻ തന്നെ. ഈ എല്ലാ അവതാരങ്ങളും യുഗങ്ങൾ തോറും, അതായത് ചതുർയുഗങ്ങൾ, 4 യുഗങ്ങളാണുള്ളത്. ആ യുഗങ്ങളിലൊക്കെ അവതാരങ്ങളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, പിന്നെ കലിയുഗം. അപ്പോൾ ഏത് ചതുർയുഗത്തിലത്തെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ ക്ലാഷസ് ഓഫ് ഐഡിയാസ്, യുദ്ധം ഉണ്ടാവും. നമ്മൾ കുഴി എണ്ണണ്ട അപ്പം തിന്നാൽ മതി എന്നുള്ള ആശയക്കാരനാണ് ഞാൻ.
ദ്വാപരയുഗം കഴിഞ്ഞിട്ട് പിന്നെ കൃതയുഗത്തിലുള്ളവർക്കും ഇതൊക്കെ ബാധകം തന്നെയാണ് അല്ലേ. ഓരോ യുഗത്തിനും ഓരോരോ അവസ്ഥാഭേദങ്ങളുണ്ട്. ധർമ്മത്തിന് 4 പാദങ്ങളിൽ കൃതയുഗത്തിൽ മാത്രമേ 4 പാദമുള്ളൂ. അപ്പോൾ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും 1 കാല് പോയി, പിന്നെ ദ്വാപരത്തിലേക്ക് വന്നപ്പോൾ പിന്നെ 2 കാല് പോയി, പിന്നെ കലികാലത്ത് 1 കാലേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ എല്ലാ അവതാരങ്ങളും യുഗങ്ങൾ തോറും ദേവേന്ദ്രൻ്റെ ശത്രുക്കളായ അസുരന്മാരും അവരുടെ അംശഭൂതന്മാരായ ദുഷ്ടരാജാക്കന്മാരും ലോകക്ഷേമത്തെ നശിപ്പിക്കുമ്പോൾ ദുഃഖം കൊണ്ട് കുഴങ്ങിയ ലോകത്തെ സംരക്ഷിപ്പാനുള്ളതാകുന്നു അവതാരങ്ങൾ. അപ്പോൾ അടുത്ത ശ്ലോകം 29. ജന്മഗൃഹം ഭഗവതോ യേതൽ പ്രയതോ നര സായ സ അയം പ്രാതർഗൃണ്ണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. എന്താ പറഞ്ഞത്? ജന്മഗൃഹം ഭഗവതോയ ഏതൽ പ്രയതോ നര സ അയം, സായം എന്നാണ് വാക്ക്, സ അയം പ്രാതർഗൃണ്ണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. എന്താ അർത്ഥം? ശുചിയായ യാതൊരു മനുഷ്യൻ, ശുദ്ധ മനസ്സുള്ളവെന്നർത്ഥം. ശുചിയായ യാതൊരു മനുഷ്യൻ, ബ്രാഹ്മണനാവാം, ക്ഷത്രിയനാവാം, വൈശ്യനാവാം, ശൂദ്രനാവാം, അത് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ഭഗവാന്റെ രഹസ്യമായ ഈ അവതാരത്തെ സായങ്കാലത്തും പ്രാതകാലത്തും, സന്ധ്യാസമയത്തും പിന്നെ കാലത്തും പുലർച്ചയും ഭക്തിയോടുകൂടെ കീർത്തനം ചെയ്യുന്നുവോ, അർത്ഥം അറിഞ്ഞ കീർത്തനം ചെയ്യുന്നുവോ, ഈച്ചക്കോപ്പിയല്ല, തത്തമ്മയെ പൂച്ചയല്ല, അർത്ഥം അറിയണം. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ഭാവം ഉണ്ടാവില്ല. അമ്മയും മകളും പെണ്ണ് തന്നെ എന്നൊരു പ്രമാണമുണ്ട്. ഞാൻ വളരെ സുസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് എപ്പോഴും ഞാൻ പറയും, അമ്മയുടെ വസ്ത്രങ്ങൾ പെൺമക്കൾ ധരിക്കരുത്. കാരണം എന്താ? അച്ഛൻ അറിയാണ്ട് അമ്മയുടെ നടന്നു പോകുമ്പോൾ അമ്മ ഒന്ന് തിരക്കി വിചാരിക്കുക. അമ്മയെ തിരക്കാനുള്ള അധികാരമുണ്ട് അച്ഛന്. അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മകളെന്നെ തിരക്കിയത് വിചാരിച്ചാലോ, പോയില്ലേ കാര്യം. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീക്കും ഈ കണ്ണ് തന്നിട്ടുണ്ടല്ലോ, കണ്ണ് സംസാരിക്കും. അതെങ്ങനെ? ഒരാൾ ആരെ നോക്കണു എന്നുള്ളത് നോട്ടം കിട്ടിയവർക്ക് മനസ്സിലാവും. എവിടേക്ക് നോക്കണമെന്ന് കൂടി പറയും. അയാൾ മോശക്കാരനാണ്, അയാളുടെ നോട്ടം ശരിയല്ല എന്ന് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. പക്ഷേ മുഖത്ത് നോക്കുമ്പോൾ കണ്ണിൻ്റെ ഭാഷ ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേപ്പറിലും ഒക്കെ ന്യൂസ് കേൾക്കും, അംഗഭംഗമുള്ളവരെ മിസ്യൂസ് ചെയ്തു, ബുദ്ധിയില്ലാത്തവരെ മിസ്യൂസ് ചെയ്തു. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ഇത്രയും മൃഗീയമായ വാസനകളെ തടയിടാൻ സാധിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് പറയും, അടിയിൽ മീതൊരു ഒടിയില്ല എന്ന് പറയും. ഒടിയന്മാരുടെ കാലം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പല രൂപത്തിൽ വന്ന ആൾക്കാരെ ആക്രമിക്കുക. അപ്പോൾ അടി കിട്ടുന്ന ഉറപ്പായാൽ ആ ഭാഗത്തിൽ കൂടെ വരില്ലേ ഒടിയന്മാർ. അത് സത്യമോ തെറ്റോ അത് വേറെ. ഏത് കള്ളുകൂടിയനാണെങ്കിലും ശരി മൂത്രമൊഴിക്കും. അടി കിട്ടുന്ന ഉറപ്പായാൽ മൂത്രമൊഴിക്കവർ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ട്രസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗൗരവവും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ നമുക്കൊരു എന്താണെന്നാ പറയുക, ഭയഭക്തി വിശ്വാസം, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയണത് എന്താ അത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ശുദ്ധി മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ കൽമഷം പാടില്ല. അതാണ്. അപ്പോൾ യാതൊരു മനുഷ്യൻ ഭഗവാന്റെ രഹസ്യമായ, എന്താ രഹസ്യം? ചോദിക്കാത്തവർക്ക് ഉപദേശം കൊടുക്കരുതെന്നാ. ചോദിക്കാത്തവർക്ക് ഉപദേശം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ജന്മാവതാരത്തെ സായങ്കാലത്തും പിന്നെ പ്രാതകാലത്തും സന്ധ്യാസമയത്തും ഭക്തിയോടുകൂടെ കീർത്തനം ചെയ്യുന്നുവോ അവൻ ദുഃഖ സമൂഹത്തിൽ നിന്ന് വിമോചിക്കപ്പെടുന്നു. ദുഃഖമില്ലാത്തവരാരുമില്ല.
പക്ഷെ ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു. ആർക്കാ അവധി കൊടുക്കാൻ പറ്റുള്ളൂ? അച്യുതനോട് സ്ഥിതപ്രജ്ഞ. അച്യുതനോട് പ്രേമം ഉള്ളവന് ദുഃഖങ്ങൾ വരില്ല. ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, ഈ അവതാരങ്ങളുടെ കീർത്തനത്തിനുള്ള ഫലം എന്താ? ഏതൊരു മനുഷ്യൻ 2 സന്ധ്യകളിലും ദേഹശുദ്ധി ചെയ്ത് ഭക്തിയോടുകൂടി അതിരഹസ്യമായിരിക്കുന്ന ഭാഗവതാവതാരത്തെ കീർത്തനം ചെയ്യുന്നുവോ അവൻ സംസാര സങ്കടത്തിൽ നിന്ന് വിമുക്തനായി ഭവിക്കുന്നു. ഇതിനെ നമ്മൾ മുഖവലിക്കെടുക്കാൻ സാധിക്കണം. ഇപ്പോൾ ഭഗവാൻ മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരഹരിയായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ബലരാമനായിട്ടും പരശുരാമനായിട്ടും ഒക്കെ അവതാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആമയെ കൊന്ന് തിന്നാൻ പറ്റുമോ? പന്നിയുടെ ഇറച്ചി തിന്നാൻ പറ്റുമോ? മത്സ്യം തിന്നാൻ പറ്റുമോ? പിന്നെ സർവജീവഗുഹാശയ, എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയായിട്ടും കൂടസ്ഥനായിരിക്കുന്ന ഭഗവാൻ ഇരിക്കണമെന്ന് പറയുമ്പോൾ ബ്രഹ്മഹത്യാപാപം അല്ലേ? ഇന്ദ്രന് മാത്രമാണോ ബ്രഹ്മഹത്യാപാപം? മത്സ്യമാംസാദികൾ മധുപാനം ചെയ്യുന്നവർക്കൊക്കെ എന്തുണ്ട്? പിന്നെ ബ്രഹ്മഹത്യാപാപമുണ്ട്. ഈശ്വരൻ നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യല്ലേ ചെയ്യണത്? കഞ്ചാവ് വലിച്ച് അച്ഛനെ തല്ലണു, അമ്മേനെ പ്രഹരിക്കണു, ഇതിനാണോ ജന്മം എടുത്തിട്ടുള്ളത്? ഞാൻ ഒരു യൂട്യൂബിൽ ഒരു 4-5 പുലിക്കുട്ടികൾ ഒരു പട്ടിയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കണം. അവർ വളരുമ്പോൾ ഈ അമ്മപ്പട്ടി അവരുടെ ഒപ്പം ചാടി നക്കി കടിച്ച് കളിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, അവരുടെ സ്നേഹം കൂടി നമ്മുടെ ഇടയിൽ കാണുന്നില്ലല്ലോ സമൂഹത്തിൽ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഭോഗവസ്തുവായിട്ട് കാണുകൊണ്ടല്ലേ ഇപ്പോൾ ഈ സിനിമയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്? സിനിമയെന്നല്ല, എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ നമുക്ക് അറിയണില്ല. അതിനിപ്പോൾ രാമായണം വായിച്ചാലല്ലേ ലക്ഷ്മണരേഖ എന്താണെന്നുള്ളത് അറിയുള്ളൂ. എല്ലാവർക്കും ഈ കൂറ പോവാൻ ഒരു വര വരയ്ക്കാൻ അറിയാം. അത് കൂറ വരാതെ ഇണ്ടിരിക്കാനുള്ള ലക്ഷ്മണരേഖയാണെന്ന് കൂടി അറിയണില്ലല്ലോ ഈശ്വര. സോ പതറ്റിക്. എല്ലാറ്റിലും ഉത്തമം, മധ്യമം, അധമം, അധമം, മധ്യമം, ഉത്തമമുണ്ട്. എല്ലാറ്റിലും ഊണ് കഴിക്കണേലുണ്ട്, ഊണ് പ്രിപ്പയർ ചെയ്യണേലുണ്ട്, അരി എടുക്കുന്നതിലുണ്ട്, അരി കഴുകുന്നതിലുണ്ട്, അരി വാർക്കണേലുണ്ട്, പാത്രം മോർണേലുണ്ട്, കായ്കറി അരിയണേലുണ്ട്, വസ്ത്രം ഉണക്കണേലുണ്ട്. എന്തിലില്ല? എല്ലാറ്റിലും ഉണ്ട്. ഇതൊന്നും അറിയാതെ കണ്ടാണ്, അതായത് സംസാര സങ്കടത്തിൽ നിന്ന് വിമുക്തനായി ഭവിക്കാൻ ഹരികീർത്തനം എന്ന് മതിയെന്നാ. ഇന്ന് വീട്ടിൽ വെറുതെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. എന്താ, ഒരു ആളെ എന്നെ കാണാൻ വരിക. അപ്പോൾ മിസ്സിസ് ത്രൂവാണ് വരുന്നത്. അപ്പോൾ അവരുടെ മരുമകൻ്റെ പേര് ഹരിദാസ് എന്നാണ്. മകൻ്റെ അല്ല, മരുമകൻ്റെ പേര് ഹരിദാസ് എന്നാണ്. അപ്പോൾ അവരുടെ ഫാദറിൻലോ മരുമകനെ വിളിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ദിവസം മുതൽ. ഹരിദാസ ഇവിടെ വരൂ, ഹരിദാസ നീ എപ്പോൾ വന്നു, ഹരിദാസ നീ എപ്പോൾ പോയി. ഈ ഹരിദാസ് എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഹരിദാസ് എന്ന് വിളിക്കണത് അത്ര എന്തോ ഒരു അരോചകമായിട്ട്. അച്ഛാ, സ്നേഹം കൊണ്ട് ഹരി എന്ന് വിളിച്ചാൽ മതി. ഇനിയാണ് തമാശ വരുന്നത്. അപ്പോൾ ഈ ഫാദറിനുള്ളവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലോസ് ആങ്കിൾ. ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. ഹീസ് സംതിങ് അബൌട്ട് എന്താണെന്നാ പറയുക, 86 സംതിങ് ലൈക്ക് ദാറ്റ്. അതെ 89. നീ അത്ര വളർന്നിട്ടില്ല മോനേന്ന്. എത്ര വളർന്നിട്ടില്ല? നീ ഹരിയല്ല മോനെ, ഹരിദാസനാണ് മോനെ. എന്താ അർത്ഥം? ഹരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. നീ വിഷ്ണു അല്ല മോനെ, നീ ഹരിദാസനാണ്.
അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എന്താ ഇതിൽ ഇത്ര ചിരിക്കാൻ ചോദിച്ചാൽ, അത് 2 തരം ചിരിയ. ഒന്ന് കാര്യം മനസ്സിലാക്കിയുള്ള ചിരി, ഒന്ന് കാര്യം മനസ്സിലാക്കാത്ത ചിരി. എല്ലാവരും ചിരിച്ചു, ഞാനും ചിരിച്ചു. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വളരെ, ഞാൻ ഈ ബോംബെയിൽ ഒരു ലിറ്റിൽ ആൻഡ് കമ്പനി പറഞ്ഞിട്ടൊരു സോളിസിറ്റർ ഫേമിൽ ജോലിക്ക് പോയി. അപ്പോൾ അടുത്തൊരു ഇംഗ്ലീഷ് ഫിലിമുള്ള തിയേറ്ററുണ്ട്. അപ്പോൾ ഞാൻ 1-2 ഹിന്ദി ഫിലിമിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഈ ഡയലോഗൊന്നും വായിച്ചാൽ കേട്ടാൽ മനസ്സിലാവില്ല, അത്രയും സ്പീഡാണ് അവർ. അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും, അത്രയേ ഉള്ളൂ. ആ ചിരിയല്ല, അർത്ഥം അറിഞ്ഞ് ചിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, സംസാര സങ്കടത്തിൽ നിന്ന് വിമുക്തനായി ഭവിക്കാൻ നമ്മൾ ഡിസ്റ്റൈൻ ചെയ്തിട്ടുള്ളവരാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളായിട്ട് തന്നെ മരിക്കും. അപ്പം മൃഗങ്ങളായിട്ട് തന്നെ ജയിക്കേണ്ടി വരും. അടുത്തത് 30ാമത്തെ ശ്ലോകം. ഏതദ് രൂപം എന്നാണ്, അങ്ങനെയൊന്നും വായിക്കരുത്. ഏതദ് രൂപം ഭഗവതോ ഹി രൂപസ്യാചിതാത്മനാ മായാഗുണൈർവിരചിതം മഹദാധിവിരാത്മനി. ഏതദ് രൂപം ഭഗവതോ ഹി രൂപസ്യാചിതാത്മനാ മായാഗുണൈർവിരചിതം മഹദാധിവിരാത്മനി. രൂപരഹിതനും, അതായത് അവിടെ ഏതത് അരൂപം എന്നാണ്, ഏതത് രൂപമല്ല, അരൂപം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ ശരി, ഏതത് രൂപം എന്ന് പറഞ്ഞാൽ ഏത് അരൂപം. അപ്പോൾ അരൂപസ്യ എന്നാ ആ വാക്കന്നെ എന്താ പറയുക, എന്താണ് സംസ്കൃതത്തിൽ പറയുമല്ലോ, വിഭജിച്ച് പറയാം. അപ്പോൾ അരൂപസ്യ, രൂപരഹിതനും ചിത്താകുന്ന സ്വരൂപത്തോടുകൂടിയവനുമായ. എന്താ ചിത്താകുന്ന? ചിത്ത് എന്ന് പറഞ്ഞാൽ ചിതാകാശ ഗുഹയിലുള്ള ചൈതന്യം. എത്ര? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അപ്പോൾ അരൂപരഹിതനും ചിത്താകുന്ന സ്വരൂപത്തോടു കൂടിയവനുമായ ഭഗവാന്റെ മായാഗുണങ്ങളായിരിക്കുന്ന മഹത്വത്വം മുതലായവയാൽ ആത്മാവിൽ ഈ രൂപം കൽപ്പിക്കപ്പെട്ടവയാകുന്നു. ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. മനസ്സിലാവുന്ന കൂട്ടത്തിൽ ഇവിടെ പറയാം, ഭാവാർത്ഥത്തിൽ. എന്താ? അവതാര കീർത്തനം ചെയ്യുന്നവൻ വിമുക്തനാകുമെന്ന് പറഞ്ഞതിനെ ശങ്കാ സമാധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ശങ്കയുണ്ട്, സമാധാനമുണ്ട്. ശങ്ക എപ്പോഴാണ്? അർത്ഥം അറിയാണ്ടിരിക്കുമ്പോൾ. സമാധാനം എപ്പോഴാണ്? അർത്ഥം അറിയുമ്പോൾ. സമമായ ധനം, കല്ലും പൊന്നും ഒരുപോലെ. എപ്പോൾ? വിജ്ഞാനം കൂടിയാൽ മണ്ണും കട്ടയ്ക്കും പൊന്നും കട്ടയ്ക്കും ഒരേ പോലെയുള്ളൂ. അപ്പോൾ അവതാര കീർത്തനം ചെയ്യുന്നവൻ വിമുക്തനാകുമെന്ന് പറഞ്ഞതിന് ശങ്കാ സമാധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ. എന്താ? സ്ഥൂലം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ, തൊട്ടു നോക്കാൻ പറ്റും. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ തൊട്ടു നോക്കാനില്ല, അനുഭവത്തിലേ ഉള്ളൂ, കാണാനും പറ്റില്ല, അനുഭവിക്കാം. പഞ്ചസാരയുടെ മധുരം സ്ഥൂലമാണോ സൂക്ഷ്മമാണോ? സൂക്ഷ്മമാണ്. പഞ്ചസാര സ്ഥൂലാണ്. അപ്പോൾ നമ്മളൊരാളെ പഞ്ചസാരയെ കൽക്കണ്ടേത് വിളിച്ച മധുരിക്കോ? ഇല്ല. അങ്ങനെ പലവരും പല എന്താണെന്നാ പറയുക, പാഴ്വാക്കുകളും വിളിച്ച് പലവരെയും വിളിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞതുകൊണ്ട് മധുരം കിട്ടില്ല. പഞ്ചസാര എന്ന് എഴുതിയത് നോക്കി, നീ ഹലോ പഞ്ചസാരേ എത്ര ദിവസമായി കണ്ടിട്ട് എന്നൊരാൾ എഴുതി എനിക്ക് വിചാരിക്കാം. ഞാൻ നക്കി നോക്കിയാൽ എനിക്ക് മധുരിക്കുമോ? ഇല്ല, പഞ്ചസാര മധുരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ കീർത്തനം ചെയ്യുന്നവന് ഉണ്ടായിരിക്കെ അവൻ എങ്ങനെ മുക്തനായി ഭവിക്കുമെന്ന ശങ്കയ്ക്ക് ഈ വിധം ദേഹവും ഭഗവാന്റെ അവിദ്യാരൂപമായ മായയുടെ വിലാസത്തിൽ നിന്നുണ്ടായതാണ്. ഈ ശരീരം എങ്ങനെ ഉണ്ടായതാ? അവിദ്യാരൂപമായ മായ.
വിലാസത്തിൽ നിന്നുണ്ടായതാണ്. അവതാരകഥാശ്രവണ വൈഭവത്താൽ ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ അവിദ്യയെ നശിപ്പിക്കുന്നതായ വിദ്യാശക്തി ഉദിക്കും. ഇത് ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കണം. എല്ലാവർക്കും അവിദ്യ ഉണ്ട്. പക്ഷെ അവിദ്യ എപ്പോഴാണ് മാറുക? വിദ്യ ഉണരുമ്പോൾ. എന്താ വിദ്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ? അതെ. പാമ്പിനെ കണ്ട് കയറാണെന്ന് വിചാരിച്ചാൽ കയറിനാണോ മോശം, പാമ്പിനാണോ മോശം? കയറുമില്ല, പാമ്പിനുമില്ല. ആർക്കാ മോശം? ആരാ വിചാരിച്ചത് അവർക്ക് മോശം പറ്റും. പാമ്പിനെ കയറാണെന്ന് പോയി പിടിച്ചാൽ എന്ത് പറ്റും? പാമ്പ് കൊത്തും. കയറിനെ പാമ്പായിട്ട് വിചാരിച്ചു, വയറ് കാളും. ചിലപ്പോൾ ആരും ഞെട്ടല് ചിലപ്പോൾ മരിച്ചു എന്നും വരും. പക്ഷേ അത് കയറാണെന്ന് മനസ്സിലായാലോ ചെറി വരും, കണ്ണിൽ വെള്ളം വന്നിട്ടുണ്ടാവും പേടിച്ചിട്ട്. അപ്പോൾ അവിദ്യയെ വിദ്യ കൊണ്ട് നേരിടാൻ പറ്റും. അപ്പോൾ അതിനാൽ അവിദ്യാനാശവും സ്വരൂപജ്ഞാനവും ഉണ്ടാകും. സ്വരൂപജ്ഞാനം, അറിവിൻ്റെ രൂപം എന്താ? എനിക്കൊരു 1/4 കിലോ അറിവ് തരുമോ ചോദിച്ചാൽ ഉത്തരമില്ലായിരുന്നു. അതിന് തൂക്കാൻ പറ്റില്ല. എന്നാൽ പറ്റും. എങ്ങനെ? പ്രവൃത്തി കൊണ്ട് ഇയാൾക്ക് എന്താ അറിയാമെന്ന് മനസ്സിലാവും. പ്രശ്നമുണ്ടോ? അപ്പോൾ അത് തന്നെ മുക്തി. ഏത്? എൻ്റെ രൂപം എന്താണ് എന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടുള്ളതല്ല, എൻ്റെ വിദ്യയുടെ രൂപം എന്താണ്, എൻ്റെ വിദ്യയുടെ രൂപം മറ്റുള്ളവർക്ക് എങ്ങനെ ജനസമ്മതമായി, അവർക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു. അപ്പോൾ അതിന് കാരണം തോന്നും, ഓ സംതിങ് ഈസ് ദർ. അതിൽ അഹങ്കരിക്കരുത്. അപ്പോൾ അത് തന്നെ മുക്തി എന്നുള്ള അഭിപ്രായത്തെ ഇതു മുതൽക്കുള്ള 5 ശ്ലോകങ്ങളാൽ ഉറപ്പിക്കുന്നു. മനുഷ്യർക്കുള്ള സ്ഥൂലം സൂക്ഷ്മം എന്നു പേരുള്ള 2 വിധം ശരീരവും ഭഗവാന്റെ മായാഗുണങ്ങളായ മഹതാദി തത്വങ്ങൾ കൊണ്ട് ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടതാകുന്നു. എല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് അല്ലേ? എൻ്റെ അച്ഛൻ മരിച്ചു. എപ്പോൾ? 74. 9 വർഷം ആവാനാണ് പോണത്. ഈ ഒക്ടോബർ വന്നാൽ 9 വർഷമായി. അച്ഛൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛനെ സ്മരിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ എപ്പിസോഡിലും ഞാൻ പറയണോ ശ്രീ രംഗനാഥ ശർമ്മണേ നമ. അച്ഛനെ ഞാനൊരു മന്ത്രദൃഷ്ടാവായിട്ട് കരുതാണ്. അദ്ദേഹമാണ് എനിക്ക് നാരായണ മന്ത്രം ഉപദേശിച്ചത്. അപ്പോൾ എനിക്ക് നാരായണ മന്ത്രം ഉപദേശിച്ച ഋഷി എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഈ കൽപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതാണ് കൽപ്പിക്കപ്പെട്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരുന്നത്. അപ്പോൾ ഭഗവാൻ പരമാർത്ഥത്തിൽ രൂപരഹിതനും, അത് അണ്ടർലൈൻ ചെയ്യണം. എന്താണ് പരമാർത്ഥത്തിൽ? പരമമായ അർത്ഥത്തിൽ ഞാനും നിങ്ങളും ഈ ഗുരുവായൂരിൽ പോയി നിൽക്കുന്നത് തെറ്റാണ്. കുട്ടികളെ കൊണ്ട് തൊഴിക്കാം ആദ്യം. പിന്നെ അവർക്ക് ഇത് ഒരു സ്റ്റാൻഡ് ബൈ രൂപമാണ് കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലെ എന്നെപ്പോലെ പ്രായമായിട്ടുള്ളവർ ഇനി ക്യൂവിൽ പോയി നിന്ന് ബുദ്ധിമുട്ടരുത്. ഭഗവാൻ അരൂപനാണ്, രൂപമില്ലാത്തവനാണ്. ഭഗവാൻ നിരാകാരനാണ്. കാറ്റ്, അഗ്നി, ജലം, ആകാശം, ഭൂമി. ഗുരുവായൂരുള്ള കാറ്റ് തന്നെയാണല്ലോ ഇവിടെ അല്ലേ? നിങ്ങളുടെ വീട്ടിലും. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം, ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലും ആസക്തി ഇല്ലാതെ കണ്ടുള്ള ഇരുത്താണ്. നമ്മൾ കാറ്റായിട്ടും ഭൂമിയായിട്ടും ആകാശമായിട്ടും മാറണം. അതെങ്ങനെയാണ്? ജനിക്കാണ്ടിരിക്കണമെന്ന് മാത്രം. അപ്പോൾ പരമാർത്ഥത്തിൽ രൂപരഹിതനും ചിതേകരസനമാകയാൽ ചിത്തത്തിൽ ഏകരസനായിരിക്കുന്ന ഒന്നാണ്. രസനുമാകയാൽ ഈ കാണപ്പെടുന്ന സ്ഥൂല സൂക്ഷ്മദേഹങ്ങളുടെ ആധാരം ആത്മസ്വരൂപനാകുന്ന ഭഗവാനാകുന്നു. അപ്പോൾ എല്ലാറ്റിൻ്റെയും ആധാരം ആത്മസ്വരൂപം. ഈ ആത്മസ്വരൂപം ഇവിടെ ഉള്ളിലാണ്, എൻ്റെ നിങ്ങളുടെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കിയുള്ളവരാണോ ക്യൂവിൽ നിൽക്കണത്? സപ്താഹയജ്ഞ വേദിയിൽ വന്ന് ശാപ്പിട്ട് പോണവരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് അവർക്ക്. യജ്ഞാചാരം കാശ് വാങ്ങി പോകണു.
കമ്മിറ്റിക്കാർക്ക് കോർപ്പസ് ഫണ്ട് വരണു, അവരും ഹാപ്പി, ഇവരും ഹാപ്പി. ദഹനക്കാരൻ ഹാപ്പി, കറി വെട്ടിയവൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അറിവില്ലാണ്ട് മാമുണ്ട് പോയിട്ടവർ അൺഹാപ്പി. കാരണം അവർക്ക് ദുഃഖം തന്നെയാണ്. അടുത്ത സപ്താഹം വരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര ഇല്ലല്ലോ ഡൊണേഷൻ, എന്താ ചെയ്യുക? ഭഗവാൻ ദുഃഖങ്ങൾ മാറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അന്നദാനത്തിന് 16 ഉറുപ്പ്യ തന്നു. ഇന്ന് കാലത്തെ ആഹാരത്തിന് ഒരു ദിവസത്തെ ഒരു 3000 ഉറുപ്പ്യ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് കഥ? അപ്പോൾ അടുത്ത നമ്മൾ അതും ഉണ്ടാവില്ല. കാരണം എന്താ? ദുഃഖങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഭാഗവതം കയ്യിലെടുത്താൽ ദുഃഖങ്ങൾ പമ്പ കിടക്കണം, അർത്ഥം അറിയണം. അപ്പോൾ ഇവിടെ ആത്മസ്വരൂപിണിയായ മായാശക്തിയിൽ നിന്നുണ്ടായ മഹത്തത്വം, അഹങ്കാരതത്വം മുതലായവയാണ് 2 വിധം ദേഹങ്ങളെ നിർമ്മിക്കുവാനുള്ള സാധനങ്ങൾ, സൂക്ഷ്മ ദേഹവും സ്ഥൂലദേഹവും. അത് കഴിഞ്ഞ് 31-ാമത്തെ ശ്ലോകം. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ അനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭി. 2-3 കമ്പൈൻഡ് വാക്കുകൾ ഞാൻ പിരിച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. യഥാ നഭസി ആകാശത്തിലെ, മേഘൗഘോ രേണുർവ പൊടിപടലങ്ങളെ കൊണ്ട് സൂര്യനെ ചന്ദ്രനെ കാണാതെ ഉണ്ടാവും അല്ലേ. പാർത്ഥിവോ അനിലേ ഭൂമിയിലത്തെ, ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭി. അബുദ്ധികളാണ് ആരോപിക്കപ്പെടുന്നത്, ബുദ്ധിയുള്ളവർ ആരോപിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേഘസമൂഹം ആകാശത്തിലും പൃഥിവിയിൽ നിന്നുണ്ടായ പൊടി വായുവിലും ഏതുവിധം ആരോപിക്കപ്പെടുന്നുവോ ഇപ്രകാരം ദ്രഷ്ടാവിൽ ദൃശ്യം എന്ന ഭാവത്തെ അറിവില്ലാത്തവരാൽ ആരോപിക്കപ്പെടുന്നു. അതാണ് അബുദ്ധിഭി, അറിവില്ലാത്തവരെന്നെയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ അർത്ഥം സ്പഷ്ടമാവും. ഏതു വിധമാണ് ആത്മസ്ഥാനത്തിൽ ശരീരദ്വയത്തെ കൽപ്പിച്ചത് എന്ന് ദൃഷ്ടാന്തപ്പെടുത്തി കാണിക്കുന്നു. എങ്ങനെ? യഥാർത്ഥ വസ്തുവിനെ മറച്ച് അതിൻ്റെ സ്ഥാനത്തിൽ മറ്റൊന്നിനെ കാണിക്കുവാനുള്ള ഒരു സാമർഥ്യവിശേഷം അവിദ്യയ്ക്കുണ്ട്. അവിദ്യ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അതാണ് കയറിനെ കണ്ട് പാമ്പാന്ന് വിചാരിക്കുക, പാമ്പിനെ കണ്ട് കയറാന്ന് വിചാരിക്കുക. അപ്പം അത് മായയുടെ ഒരു ഗുണമായിട്ടുള്ളൂ. മായയ്ക്ക് 2 ഗുണമുണ്ട്. മായയ്ക്ക് ഒന്ന് വികല്പം, ഒന്ന് ആവരണം. വികല്പം ഒന്നിനെ വേറൊന്നായിട്ട് കാണിക്കണേനാണ് വികല്പം എന്ന് പറയുക. കൽപ്പിക്കപ്പെടുക, തെറ്റായിട്ട് കൽപ്പിക്കപ്പെടുക. ആവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, തേങ്ങയാണെങ്കിലോ ഒരു ചോദ്യമുണ്ട്. അതേപോലെ മുഖത്ത് എഴുതിയിട്ടുണ്ട് പ്രശ്നം ഉണ്ട് എന്ന്. പ്രശ്നം ഉണ്ട് എന്ന് മുഖം നോക്കിയാൽ അറിയും. എന്നിട്ട് പറയാം എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നിയതാ എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ? അല്ലേ, ആലോചിച്ച് നോക്കൂ. ഭാര്യ ഭർത്താവിനെ കണ്ടിട്ട് ചോദിക്കാം, ഭർത്താവിനും ഭാര്യയെ കണ്ട് ചോദിക്കാം, എന്താ ഹേ മനസ്സിൽ? ഒന്നുമില്ലാന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? തൻ്റെ മുഖത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അതിന് ആധ്യാസശക്തി എന്നാണ് വേദാന്ത ശാസ്ത്രത്തിൽ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നിനെ വേറായിട്ട് പറയാം. ഈ ശക്തിയാണ് ആത്മാവിൻ്റെ സ്ഥാനത്തിൽ ദേഹദ്വയത്തെ കൽപ്പിച്ചിരിക്കുന്നത്. ആത്മാവിന് ശരീരമാണ്, അത് സ്ഥൂലദേഹമായിട്ടോ സൂക്ഷ്മദേഹമായിട്ടോ കണക്കാക്കുക. അവിടെയാണ് തെറ്റുപറ്റുക. ശരീരമല്ല ആത്മാവ്, ശരീരത്തിലാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ശരിയായി. പക്ഷേ ശരീരത്തിലുള്ള ആത്മാവ് ഇറങ്ങിപ്പോയാൽ ശരീരം ശവായി. അതുവരെ തൊട്ട് താലോലിച്ച ശരീരത്തിനെ ശവായി. പിന്നെ നാറാൻ തുടങ്ങിയായി. 24 മണിക്കൂർ കഴിഞ്ഞാൽ നാറാൻ തുടങ്ങിയായി. എന്തിനാ ഈ ശിവ ഇല്ലാത്ത ശവത്തിനെ കടത്തിയതിൻ്റെ 4 പുറം ഒരടി വ്യത്യാസത്തിൽ.
ഭസ്മും അരിമണിയും ഇട്ട് വയ്ക്കും. എന്തിനാത്? ഇറുമ്പുകൾ വരും നമ്മളെ ഭക്ഷിക്കാൻ. ഇറുമ്പുകൾ. അപ്പോൾ ചാരം അത് ലക്ഷ്മണരേഖ, ഇറുമ്പിന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. എന്നാൽ അവർ മടങ്ങിപ്പോണ്ട, ഒരു അരിമണിയായിട്ട് പോയിക്കോട്ടെ. നമ്മുടെ ആൾക്കാർ എത്ര ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ. അപ്പോൾ ശവം കിടക്കുമ്പോഴും അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയാതെ കൊണ്ട് പറഞ്ഞു. എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് ഈ അഗ്രഹാരങ്ങളിൽ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നതിനാണ് പാലക്കാടൻ ഭാഷയിൽ അഗ്രഹാരം എന്ന് പറയാം. അരിമാവ്, അരി പൊടി വെള്ളത്തിൽ കലക്കി പച്ചിലകൾ കൂട്ടിപ്പിഴിഞ്ഞ്, ചിലപ്പോൾ ഈ എന്താണെന്നാ പറയുക, വെണ്ടയ്ക്കൊക്കെ എടുക്കും കയ്യിൽ. എന്തിനാ? കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ വിരലുകൊണ്ട് ഇങ്ങനെ കോലയിടും. അത് ഉണങ്ങുമ്പോൾ അത് പൊടിയായി, അരിപ്പൊടിയായി. എറുമ്പുകൾ വന്ന് തിന്ന് പോവും. അപ്പോൾ ഒരു ദിവസം ആയിരക്കണക്കിന് എറുമ്പുകൾക്ക് അന്നം കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇപ്പോൾ. പിന്നെ 65-66 ആകുമ്പോഴേക്കും പാട്ടം കിട്ടാതെ ഇപ്പോൾ അഗ്രഹാരങ്ങളൊക്കെ ശിഥിലീകരിച്ചു. അവരെന്ത് ചെയ്തു? ഈ വെളുത്ത കൽപ്പൊടി കിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, അതുകൊണ്ട് കോലിടാൻ തുടങ്ങി. അപ്പോൾ ഇറുമ്പ് അത് കഴിക്കും, ഇറുമ്പുകളും മരിക്കും. അപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ മാതിരി ആഹാരം കിട്ടിയെന്ന് മാത്രമല്ല, അവരുടെ കൊലയ്ക്ക് ബ്രഹ്മഹത്യാ പാപം കൂടിയും ബ്രാഹ്മണർക്കായി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. പ്രൊഫഷയിൽ കൃഷി സംബന്ധമായിട്ട് പറയുമ്പോൾ 5-6 ഏക്കർ സ്ഥലമൊക്കെ പാടം നടന്നിരുന്ന ആൾക്കാരെ ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലം ചാഴിക്കണ്ടായിട്ട് ഇടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് അതിൽ ധാരാളം ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സ്ഥലം വിടും. എന്നിട്ട് ഓരോ അരയ്ക്കൊപ്പം ഓരോ കുറ്റി നാട്ടിയിട്ട് അതിൽ എന്തെങ്കിലും തുണി ഫ്ലാഗ് വെച്ച് കിട്ടും. എന്നിട്ട് എന്താ പ്രാർത്ഥനാശുണ്ടോ? ഹേ ചാഴികളെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ളത്, നിങ്ങൾക്ക് വരാം. ഇതിലുണ്ടാവുന്ന പാല് വയ്ക്കുമല്ലോ, ഈ നെല്ലിൻ്റെ കതിരിൽ ആദ്യം പാലാണ് വരിക. പിന്നെ ആ പാൽ ഉറയ്ക്കണം. മഴവെള്ളം നിൽക്കണോട് കൂടിയിട്ട് ഈ പാൽ ഉറയ്ക്കും. പിന്നെ വെയിലത്ത് ഉണങ്ങണം. എന്നിട്ടാണ് നമ്മൾ കൊയ്യുക. ഇത് ആ ചാഴിക്കണ്ടത്തെ മുതലാളി എടുക്കില്ല, അത് ചാഴികൾക്കുള്ളതാണ്. അപ്പോൾ എത്രയോ വലിയ ഒരു ആലോചന ഉണ്ട് ഇതിൽ. ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതൽ ഉണ്ടാവണതിൻ്റെ മുമ്പ് തന്നെ. അതിനാണ് ചാഴിക്കണ്ടം. അതേമാതിരി വലിയ വലിയ തറവാടുകളിൽ ഇറുമ്പുച്ചോറ് ഇടുക എന്ന് പറയും. ചോറ് നാളികേരും ശർക്കരയൊക്കെ കൂട്ടി ഇടിച്ച് അത് കൈകൊണ്ട് ഈ വീടിൻ്റെ തറയുടെ 4 പുറം വതറും. ഇറുമ്പുച്ചോറ്, ഇറുമ്പുകൾക്കുള്ള ആഹാരം സുഭിക്ഷമായിട്ട് കഴിക്കട്ടെ ഇവർ. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് സമൂഹത്തിനോടുള്ള പ്രതിപത്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അല്ലാണ്ട് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾ അറിയണ്ടെന്നല്ല. എനിക്കറിയണതൊക്കെ നിങ്ങൾക്കറിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാൻ, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ ഇതിനെ ബോധിപ്പിക്കുവാൻ ഉദാഹരണം, വായുവിനെ ആശ്രയിച്ച് ചലിക്കുന്ന മേഘസമൂഹത്തെ കണ്ടിട്ട് അറിവില്ലാത്ത ജനങ്ങൾ ആകാശമാണെന്ന് കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ ആകാശം എന്ന് കൊണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആകാശം പറഞ്ഞൊന്നുമില്ല. അതൊരു ശൂന്യാവസ്ഥയാണ്. യു ഗോ ഹയർ ആൻഡ് ഹയർ, ഹയർ ആൻഡ് ഹയർ. ദർ ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അതാണ് ആകാശം വീണെന്ന് വിചാരിച്ചിട്ട് മുട്ട് കൊടുക്കരുതെന്നൊക്കെ പറയും. അതൊക്കെ ആർക്കാണ് മനസ്സിലാവണത്? ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോഴേ, ഞാനും അത്യാവശ്യം തെക്കൻ കേരളത്തിലൊക്കെ ധാരാളം പോയിട്ടുണ്ട്. പ്രതികരിക്കില്ല. എന്തോ കുന്തം മണിഞ്ഞ കൊടുത്തിലിരിക്കും. അപ്പോഴേക്കും മനസ്സിലാകുമ്പോൾ ഏറ്റിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറയും ദീപസ്തംഭം മഹാശൈര്യം. അപ്പോൾ അവർ ചിരിക്കും. അത് കേട്ടിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ അത് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഈ റിയാക്ഷൻ നോക്കിയിട്ടല്ലേ നമ്മൾ സംവാദം ചെയ്യുക. അപ്പോൾ എന്നോട് ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ നല്ലൊരു തറവാട്ടുകാരുടെ ഔട്ട് ഹൗസ് തന്നു.
അതിലത്തെ ഒരു പയ്യൻ വലിയ പേര് കേട്ട പൗരാണികനാണ്. അയാൾ മുഖാന്തരമാണ് ഞാൻ പോയത് അവിടെ. അയാളും അയാളുടെ സഹപൗരാണികന്മാർ കൂടിയിട്ട് വേറൊരു ആളുടെ ഒഴിഞ്ഞ വീട്ടിൽ താമസം. അപ്പോൾ ഞാൻ മലബാറിൽ നിന്ന് വന്ന ആചാര്യൻ എന്നുള്ള ബഹുമാനം കൊണ്ടാണ് അയാളുടെ ഔട്ട് ഹൗസ് തന്നത്. അപ്പോൾ അവരുടെ അച്ഛൻ ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് മരിച്ചു. അദ്ദേഹം പറയും, സാറിനെ നിരുത്സാഹപ്പെടുത്തില്ല, സാറിന് ഈ വഴിക്ക് അധികം സ്റ്റേജ് കിട്ടില്ല. എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എന്താ അറിയാമെന്ന് വെച്ചു, എൻ്റെ കയ്യിലുള്ളത് ഇവിടെ വിലപ്പോവില്ല എന്നല്ലേ അങ്ങ് പറഞ്ഞത്, അതെങ്ങനെ സാറിന് മനസ്സിലായി? ഞാൻ പറഞ്ഞേ, ഇതിങ്ങനെ വെള്ളയായത് പെയിൻറ്റ് ചെയ്തതല്ല, ഇത് കാലം കൊണ്ട് നരച്ചതാണ്. അകാലം നരല്ല, അകാലത്തിൽ നര തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതിനുള്ള പക്വത എനിക്ക് എടുത്തിട്ടുണ്ട്. 65 വയസ്സായി, അന്ന് 65 വയസ്സായിരുന്നു എനിക്ക്. അപ്പോൾ എന്താ മനസ്സിലായത്, ഈ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് മുഴുവനും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ എനിക്കിനി അവരുടെ ഇതിന് മാത്രമായിട്ട് മാറാൻ പറ്റുമോ? ഇല്ല. നാരങ്ങ വിളക്ക് വെച്ച് പൂജ പിന്നെ ഉണ്ണിയൂട്ട്, എനിക്കൊന്നും പറ്റില്ല. എന്ത് ഉണ്ണിയൂട്ട്? അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ വലിയ സാധനങ്ങളാണ്. എന്നാൽ ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ. ആർക്കെന്ത് ദൃശ്യം, എന്ത് ദൃക്ക്? ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. അത് മാത്രമേ ഉള്ളൂ, ഈശ്വരനെ അനുകരിക്കലേ ഉള്ളൂ. ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് രുക്മിണി സ്വയംവരം വേണ്ടെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ സമ്മതിക്കുമോ? പെണ്ണുങ്ങളല്ലേ മാതൃസമിതി നടത്തണത്. അപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ മിണ്ടാതെ കൊണ്ട് വീട്ടിൽ ഒതുങ്ങിയിരിക്കണം. ഞാനതാ ചെയ്യണത്. അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിന് യാതൊരു കുഴപ്പമില്ല, ഞാൻ സന്തോഷിക്കണു. ഇതേമാതിരിയുള്ള സന്ദർഭങ്ങൾ എന്നെ തേടി വരുന്നു. അപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിനെ തരം താഴ്ത്താൻ പറ്റില്ല. കാശ് ഭഗവാൻ തരേണ്ടതാ, അത് തരും, വേണമെങ്കിൽ തരും, വേണമെങ്കിൽ വേണ്ട. കാശിനെ കെട്ടിപ്പിടിച്ച് മരിച്ചു പോകുമ്പോൾ കാശിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കൊരു ആദേശം കൊടുക്കുന്നുണ്ടായി, ഞാൻ മരിച്ച് എൻ്റെ ശവപ്പെട്ടിക്ക് 2 സ്ഥലത്ത് 2 ദ്വാരം ഇടണം, എൻ്റെ കൈ 2ഉം പുറത്തേക്ക് ഇട്ടിട്ട് കൈ മലത്തി വയ്ക്കണം, ഞാനൊന്നും വെട്ടിപ്പിടിച്ച സാമ്രാജ്യമൊന്നും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണില്ല എന്നുള്ളത് നാട്ടുകാരറിയണം. അതിൽ വലിയൊരു ഫിലോസഫി ഉണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഫിലോസഫി നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആത്മാവിൻ്റെ സ്ഥാനത്തിൽ ദേഹദ്വയത്തെ കൽപ്പിച്ചിരിക്കുന്നത് ഇതിനെ ബോധിപ്പിക്കുവാൻ ഉദാഹരണം, വായുവിനെ ആശ്രയിച്ച് ചലിക്കുന്ന മേഘസമൂഹത്തെ കണ്ടിട്ട് അറിവില്ലാത്ത ജനങ്ങൾ ആകാശമെന്ന് കരുതുന്നു. ഭൂമിയിൽ നിന്ന് പൊങ്ങിപ്പറക്കുന്ന ഭൂമിയുടെ പൊടിപടലങ്ങൾ നിമിത്തമുണ്ടാകുന്ന ദൂസരത്വാദി ഭാവം അത് ഈ സൂര്യൻ ഉദിച്ച് ജനാലയിൽ കൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ചൂല കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടിച്ച് വരുമ്പോൾ കാണാം പല രൂപത്തിലുള്ള ഈ ധൂളികൾ പറക്കണ കാണാം. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് ധൂളി കാറ്റടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. നല്ല ഐശ്വര്യമുള്ള വീടുകൾ തന്നെ ചൂല് പെരുമാറുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, അപ്പോൾ നമുക്ക് ഈ സൂര്യരശ്മികളിൽ കൂടെ നമ്മുടെ നഗ്നമായ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷേ മൂക്കിൻ്റെ ഉള്ളിൽ വിരലിട്ടാൽ നമുക്ക് കിട്ടും, ഈ രോമത്തിൻ്റെ ഒപ്പം വരും അത് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഭൂരേണുക്കൾ നിമിത്തമുണ്ടാകുന്ന ദൂസരത്വാദി ഭാവം വായുവിലുള്ളതായിട്ടും ധരിക്കുന്നു. അതുപോലെ ശരീരാദികളായ ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ദ്രഷ്ടാവായ ആത്മാവിൽ ശരീരധർമ്മങ്ങളായ ജനനമരണാദികളെ ആരോപിക്കുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണമാകുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരുടെ ദേഹവിനിയോഗത്തിൽ കരയ ആൾക്കാർ, ഞാൻ കരയാറില്ല. കാരണം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മനസ്സ് പാറയാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാണ് അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളൊരു ഒബ്സർവർ ആവണം. അപ്പോൾ ജനന മരണാദികളെ ആരോപിക്കുന്നത്, അയ്യോ അവിടെ ഒരു കുട്ടി ഉണ്ടായത്രേ, ഓ നന്നായി, അവിടെ ആൾ മരിച്ചു, ഓ സാരില്ല,
അപ്പോൾ സാരില്ലെന്ന് ആരുടെ പറയാൻ പാടുള്ളൂ, വേവ് ലെങ്ത്ത് മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ അടി കൊള്ളും. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് സാരില്ലാന്നോ, നല്ല കാര്യമാണ്. അങ്ങനത്തവരോട് നമ്മൾ സംസാരിക്കരുത്. അപ്പോൾ പറഞ്ഞു, കാണുന്നവൻ കാണപ്പെടുന്ന പദാർത്ഥമല്ലെന്നത് എത്രയും സ്പഷ്ടമാണ്. കാണുന്നവൻ കാണപ്പെടുന്ന പദാർത്ഥമല്ല. ഞാൻ ഇപ്പോൾ ഫോണ് കാണണോ, ഞാൻ ഫോണാണോ? അല്ല. നിങ്ങൾ എന്നെ കാണണു ഫോണിൽ, എൻ്റെ രൂപയെ കാണുള്ളൂ, ഞാനല്ല. ഞാൻ ഇവിടെ കുരുമ്പത്തായിരിക്കണത്. അപ്പോൾ ഇത് കാണുന്നവൻ കാണപ്പെടുന്ന പദാർത്ഥമല്ലെന്നത് എത്രയും സ്പഷ്ടമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ ദേഹം തടിച്ചു ചടച്ചു എന്നിങ്ങനെ ശരീരധർമ്മങ്ങളായ സ്ഥൗല്യ കാർഷ്യാദികളെ, സ്ഥൗല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനക്കുക, കാർഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങുക, കാണുന്ന ആത്മാവ് ശരീരമല്ല. അപ്പോൾ നമ്മൾ ഈ തടിച്ച ശരീരം മെലിഞ്ഞ ശരീരം എന്ന് പറയുന്ന ആൾക്കാർ ആത്മാവിനെ കാണാൻ പറ്റില്ല. ആത്മാവുള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ, ആത്മാവില്ലാത്തവർക്ക് പ്രകടമാവാൻ പറ്റില്ല. അപ്പോൾ ആത്മാവിന് പ്രകടമാവാൻ ഒരു ശരീരം വേണം. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ആത്മീയ ചൈതന്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തല എങ്ങനെ ആക്കണോ, കൈകൊണ്ട് ഗോഷ്ഠി കാണിക്കണോ, ഇല്ലെങ്കിലോ താടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ ഇവിടെ പിടിച്ച് കെട്ടും, കൈ പിടിച്ച് നഖത്തുമ്പിൽ കെട്ടും, മാറത്ത് അണച്ച് വയ്ക്കും, തള്ളവിരൽ കാലകലാതെ കണ്ടിരിക്കാൻ തള്ളവിരൽ പിടിച്ച് കെട്ടും. ഇല്ലെങ്കിൽ എന്താ ആവശ്യമുണ്ടോ? ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോഴാണ് കാലിങ്ങനെ പോകും. അറിഞ്ഞാലല്ലേ ഇതൊക്കെ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുന്ന ആത്മാവ് ശരീരമല്ല, അതിൽ നിന്ന് ഭിന്നനാണെന്ന് സ്പഷ്ടമായിരിക്കെ ഞാൻ ജനിച്ചവൻ മരിക്കുന്നവൻ എന്നുള്ള ഭാവന അറിവില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് ആലോചിക്കുന്നവർക്ക് അറിയാം. ദയവ് ചെയ്ത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി നാളെ സ്വന്തം വീട്ടിലാണെങ്കിലും ശരി, അടുത്ത വീട്ടിലാണെങ്കിലും ശരി, ഒരു മരണം ഉണ്ടായാൽ നാരായണ നാരായണ എന്ന് ജപിക്കുക എന്നല്ലാണ്ട് കരയരുത്. എന്താ കരഞ്ഞാൽ കുഴപ്പം നമ്മൾ അജ്ഞാനികളാണെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അറിവില്ലാത്തവരാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി കരഞ്ഞിട്ടില്ലെങ്കിൽ, അയാളുടെ ഭർത്താവ് മരിച്ചു, അയാളുടെ അച്ഛൻ മരിച്ചു, അയാൾ കരഞ്ഞില്ല, വേണ്ട, വേറൊരാളുടെ സർട്ടിഫിക്കറ്റിനാണോ നമ്മൾ മാമുണ്ണണത്? യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ നമ്മൾ ഉറങ്ങണത് വേറൊരാളുടെ റെക്കമെൻഡേഷനിലാണോ? അല്ല. അപ്പം നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്താ സ്വാതന്ത്ര്യം? നമ്മുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തിനെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ കണ്ട് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. അപ്പോൾ ഈ സംഗതി വളരെ ഡെലിഗേറ്റാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഈ 32ാമത്തെ ശ്ലോകം, അതപരം യദവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രുത വസ്തുത്വാത് സജീവോയൽ പുനർഭവാം. അതപരം യദവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ട അശ്രുത വസ്തുത്വാത് സജീവോയൽ പുനർഭവാം. ജീവൻ പുനർഭവിക്കണോ ഭവിക്കണ്ടയോ? പുനർഭവിക്കണം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, പുനർഭവിക്കണ്ട എന്ന് പറഞ്ഞാൽ വിദ്വാനായി. ഇതിൽ നിന്ന് സ്ഥൂലദേഹത്തിൽ നിന്ന് അന്യമായതും വ്യക്തമല്ലാത്തതും അദൃഷ്ടാശ്രുത കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായ വസ്തുവെന്ന ഭാവം നിമിത്തം, അതായത് ആത്മാവ് നിമിത്തം വ്യൂഹമായി കരചരണാദ്യാവയവങ്ങളായി, നമ്മുടെ ശരീരം കയ്യേ കാല് അല്ലേ, കരചരണാദ്യ അവയവങ്ങളായി ഭവിക്കാത്ത ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതുമായ സ്വരൂപവും ആരോപിക്കപ്പെട്ടിരിക്കുന്നു. യാതൊന്ന് ഹേതുവായിട്ട് രണ്ടാമത് ജന്മത്തിന് ഉപാധി അതാകുന്നു. ഇനിയും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ പാപങ്ങൾ തീർന്നിട്ടില്ല എന്നർത്ഥം. ഇനി ഞാൻ ജനിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹാഭിലാഷങ്ങൾ ഇല്ലാതെ കണ്ടിരിക്കണം.
അപ്പോൾ ആഗ്രാഭിലാഷങ്ങളില്ലാണ്ട് എങ്ങനെ കർമ്മം ചെയ്യുക? നിഷ്കാമ കർമ്മം ചെയ്യുക. ഞാൻ ഈശ്വര സേവയിൽ സന്തുഷ്ടനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആനന്ദം, പരമാനന്ദം അനുഭവിക്കും. പുനരഭിജനനം ഉണ്ടാവില്ല. ഇനി അതിൻ്റെ എന്താണെന്ന് പറയുക, അർത്ഥം പറഞ്ഞിട്ട് നിർത്താം. കാരണം ഇത് കുറച്ച് ജോഷ് കൂടി തോന്നുന്നുണ്ട്. പോർഷൻ കഴിഞ്ഞിട്ടില്ല, സാരമില്ല. ഐ ആം ലീസ്റ്റ് വറീഡ് അബൌട്ട് ദാറ്റ്. സ്ഥൂല ശരീരത്തെ മാത്രമല്ല ആത്മാവിൽ ആരോപിക്കുന്നത്, അതിൽ നിന്ന് അന്യമായതും കാണാനും കേൾപ്പാനും കഴിയാത്തത് കൊണ്ട് അവ്യക്തവും, നാരായണീയത്തിൽ അവ്യക്തം വ്യക്തം എന്നൊക്കെ പറയും, അതൊന്നും മനസ്സിലായിട്ടില്ലല്ല നമ്മൾ കൂക്കി വിളിക്കണത്, അതെന്തോ ആവട്ടെ. അപ്പോൾ അന്യമായതും കാണാനും കേൾപ്പാനും കഴിയാത്തത് കൊണ്ട് അവ്യക്തവും കരചരണാദികളായ അവയവങ്ങളായിട്ട് പരിണമിക്കാത്ത മായാഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതുമായ സൂക്ഷ്മ ശരീരത്തെയും അറിവില്ലാത്തവർ ആത്മാവിൽ ആരോപിക്കുന്നു. അതിനെ ലിംഗദേഹമെന്ന് പറയും. അതായത് ഈ പുരുഷൻ സ്ത്രീ അത് ലിംഗഭേദമാണ്. കാരണശരീരം എന്ന് പറഞ്ഞാലോ, ആത്മാവ് അങ്കുഷ്ടപ്രായത്തോടുകൂടി കാറ്റത്ത് പ്രയാണം ചെയ്യാണ്, ഒരു കാറ്റായിട്ട് ഇങ്ങനെ പോകുന്നത്. അതാണ് കാരണശരീരം. ആ കാരണശരീരം ചന്ദ്രമണ്ഡലത്തിൽ പോയി തിരിച്ച് വരുന്നതുണ്ട്, സൂര്യമണ്ഡലത്തിൽ പോയി കത്തി മലരായിട്ട് ചാമ്പലായിട്ട് പോകുന്നതുണ്ട്. അപ്പോൾ സൂര്യമണ്ഡലത്തിൽ പോയാൽ പിന്നെ പുനരഭിജനനമില്ല, ചന്ദ്രമണ്ഡലത്തിൽ പോയാൽ പുനരഭിജനനമുണ്ട്. അപ്പോൾ അറിവില്ലാത്തവർ ആത്മാവിൽ ആരോപിക്കുന്നു. അതിനെ ലിംഗദേഹമെന്ന് പറയും. വ്യക്തമല്ലാത്തതും കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായ ആ ശരീരം ഇല്ലെന്നു തന്നെ വിചാരിച്ചാൽ എന്താണ് ദോഷം? ജീവൻ ഈ സ്ഥൂലത്തെ വിട്ടുപോകുന്നതും പുനർജന്മത്തെ അവലംബിക്കുന്നതും ഈ ലിംഗദേഹം ആശ്രയിച്ചിട്ടാകുന്നു. അതിനാൽ ഈ ലിംഗദേഹം ജീവോപാധിയാകുന്നു. ഇല്ലെന്ന് വിചാരിപ്പാൻ തരമില്ല. അതായത് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറയാത്തൊരു കാര്യം തൊടുത്തു വിട്ടു. ഞാൻ തൊടുത്തു വിട്ടതല്ല, എന്നെക്കൊണ്ട് ഭഗവാൻ പറയിച്ചതാണ്. ജീവൻ ചന്ദ്രമണ്ഡലത്തിൽ പോയേ തിരിച്ചു വരും. ചന്ദ്രമണ്ഡലം ഭേദിച്ച് സൂര്യമണ്ഡലത്തിലെത്തിയാലോ തിരിച്ചു വരില്ല എന്ന് ഞാൻ എഴുതി വെച്ച് പറഞ്ഞതല്ല. അത് ഐ നോസ് ദാറ്റ്. അപ്പോൾ ഈശ്വരൻ ഇപ്പോൾ ഈ ഫോൺ നോക്കി ഞാൻ ഈ കയ്യും കലാസം കാണിക്കുമ്പോൾ വായയിൽ വരുന്ന വർത്തമാനം എൻ്റെ കുണ്ടലിനി ശക്തിയിൽ നിന്ന് ഉൽപ്പന്നമായിട്ട് അതിന് മധ്യമ പശ്യന്തി, മധ്യമ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വരും, പശ്യന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി. പിന്നെ വൈഖരി ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, ഞാനും കേൾക്കുന്നത്. വൈഖരി എന്ന് പറഞ്ഞാൽ ഈ ശബ്ദപ്രപഞ്ചം, ശബ്ദകോശം. അപ്പോഴാണ് അർത്ഥം ബ്രെയിൻ നമ്മളെ ശ്രോത്രത്തിൽ കൂടെ കേട്ടിട്ട് ബ്രെയിൻ ഇത് ഇന്നതാണ് സംഗതി എന്ന് നമുക്ക് പറയണത് ഇല്ലേ? അപ്പോൾ അത്രയ്ക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.